Next, we will study about identity matrix. Identity matrix. എന്താണ് ഒരു ഐഡന്റിറ്റി മെട്രിക്സ്? ഐഡന്റിറ്റി മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ സ്ക്വയർ മെട്രിക്സ്. ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് ഇസ് എ matrix is a square matrix. Identity matrix ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതായത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയിരിക്കും. ഐഡന്റിറ്റി മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. സച്ച് ദാറ്റ് കഴിഞ്ഞില്ല സച്ച് ദാറ്റ് all diagonal entries are 1. All diagonal entries are 1. Diagonal ഉള്ള എല്ലാ എൻട്രീസും 1 ആയിരിക്കും. And കഴിഞ്ഞില്ല and all other entries are zeros. All other entries are zeros. ബാക്കി എല്ലാ എൻട്രീസും 0 ആയിരിക്കും. ഡയഗണലുള്ള എല്ലാ എൻട്രിയും 1ഉം മറ്റ് എൻട്രികളെല്ലാം 0 ആകുന്ന മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. സേ ഫോർ എക്സാമ്പിൾ നോക്കുക, 2x2 ഓർഡർ ഉള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഞാൻ വരയ്ക്കുന്നത്. നോക്കുക, ഡയഗണലി നോക്കുമ്പോൾ എല്ലാ എൻട്രിയും 1 ആണ്, ബാക്കി എലമെന്റുകളെല്ലാം 0 ആണ്. This is an identity matrix of order 2 represented as I2. Order 2 ആണെന്ന് കാണിക്കാനാണ് I2. Now order 3 ഉള്ള ഐഡന്റിറ്റി മെട്രിക്സ് ഇതാണ്. ഓർഡർ 3 ഉള്ള ഐഡന്റിറ്റി മെട്രിക്സ് ദിസ് ഇസ് I3. And similarly we can find all ordered whatever identity matrix. ഇതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. കാര്യമായിട്ടൊന്നുമില്ല, ഒരു മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. വിത്ത് എക്സാമ്പിൾ എഴുതാം. ഈ ഐഡന്റിറ്റി മെട്രിക്സിന് ഒരു പ്രത്യേകത. എനി സ്ക്വയർ മെട്രിക്സ് A of order n, സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് നമ്മൾ ഓർഡർ n എന്ന് പറഞ്ഞാൽ മതി. അത് എവിഡന്റ് ആണല്ലോ. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയിരിക്കും. ഏതെങ്കിലും ഒരു സ്ക്വയർ മെട്രിക്സ് ഓർഡർ എ എടുക്കാം. then അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയർ മെട്രിക്സ് എ ഇൻറ്റു കറസ്പോണ്ടിങ് ഐഡന്റിറ്റി മെട്രിക്സ് IN, ഓർഡർ n ഉള്ള ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് A തന്നെ തിരിച്ചു കിട്ടും. ഐഡന്റിറ്റി മെട്രിക്സിനെ, ഒരു മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മെട്രിക്സ് തന്നെ തിരിച്ചു കിട്ടും. അത് രണ്ടാമതല്ല, ഇനി ഒന്നാമത് മൾട്ടിപ്ലൈ ചെയ്താലും അത് തന്നെ സംഭവിക്കും. Identity matrix into A and A into identity matrix is equal to A itself. ഇത് ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഒരു പ്രത്യേകത. നിങ്ങൾ ഒരു സ്ക്വയർ മെട്രിക്സ് എടുക്കുക, കറസ്പോണ്ടിങ് ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കുക, എന്നിട്ട് അവർ രണ്ടുപേരെയും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A തന്നെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇനി ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, A ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് A തന്നെ തിരിച്ചു കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം ബൈ ജസ്റ്റ് കൺസ്ട്രക്ടിങ് സം എക്സാമ്പിൾസ്. Now another definition is about inverse of a matrix. Inverse of a matrix. എന്താണ് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ്? Let A be a non-singular square matrix. A be a non-singular square matrix. അതായത് ഡിറ്റർമിനന്റ് 0 അല്ലാത്ത ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് A. Then there exists a matrix B of same order as
A as A such that A എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അയാളുടെ ഡിറ്റർമിനന്റ് 0 അല്ല. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ബി എന്നൊരു മെട്രിക്സ് കിട്ടും. അയാൾക്ക് എയുടെ ഓർഡർ തന്നെയായിരിക്കും. സച്ച് ദാറ്റ് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. എനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ബിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് വാട്ട് എവർ ഓർഡർ എ ഈസ്. ഏത് ഓർഡറിലാണോ ഉള്ളത് അതേ ഓർഡറിലുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. കണ്ടല്ലോ, എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ്, അയാൾ നോൺ സിംഗുലർ ആണ്, അതായത് ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേറൊരു സ്ക്വയർ മെട്രിക്സ് ബി കണ്ടുപിടിക്കാൻ പറ്റും. എയുടെ അതേ ഓർഡറിലുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് സച്ച് ദാറ്റ് എയുടെ കൂടെ എക്ക് ശേഷം മൾട്ടിപ്ലൈ ചെയ്താലും എക്ക് മുന്നേ മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. This is inverse of a matrix. This particular B is called, the matrix B is called, okay, just a second. The matrix B is called the inverse of A. It's called inverse of A. A യുടെ inverse ആണ് B. And denoted as A inverse. A യുടെ inverse ആണല്ലോ, അപ്പൊ denoted as ഇങ്ങനെ A raised to -1 A inverse എന്ന് ഡിനോട്ട് ചെയ്യും. അതായത് നിങ്ങളിപ്പോ 5 എടുക്കുകയാണെങ്കിൽ അയാളെ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 തിരിച്ചു കിട്ടും. 2 എടുക്കുകയാണെങ്കിൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 തിരിച്ചു കിട്ടും. അതുപോലെ എയുമായിട്ട് ഏതെങ്കിലും ഒരാളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ആയി കിട്ടും. അങ്ങനെയുള്ള ആളിനെയാണ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക? അപ്പൊ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് മറ്റു കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പഠിക്കാം. ഓക്കെ, അത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കാനുള്ളത് സൈൻ ഓഫ് എലമെന്റ്സ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പേ സൈൻ ഓഫ് എലമെന്റ്സ് ഓഫ് മെട്രിക്സ്. മെട്രിക്സിലുള്ള എലമെന്റുകളുടെ സൈൻ നമുക്ക് അറിയണം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. നോക്കാം, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു മെട്രിക്സ് തന്നു. ഇതിലെ എലമെന്റുകൾക്ക് ഒരു സൈൻ ഉണ്ട്, ഒരു സൈൻ അവൈലബിൾ ആണ്. അത് ഏതാണെന്നൊന്നും നമുക്ക് അറിയില്ല. നമുക്കത് നോക്കാം. എങ്ങനെയാണ് സൈൻ അവൈലബിൾ എന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള സൈൻ അല്ലാതെ ഈ ഫസ്റ്റ് എലമെന്റിനുണ്ടല്ലോ നമ്മൾ പ്ലസ് കൊടുക്കണം. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിന് പ്ലസ് കൊടുക്കണം. പിന്നെ ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് കൊടുത്ത് പോയാൽ ഇപ്പൊ പ്ലസ് കൊടുത്തല്ലോ, അടുത്ത് മൈനസ്, അടുത്തതിന് പ്ലസ്, അതിന് മൈനസ്, പ്ലസ്, മൈനസ്, എക്സെട്ര. അങ്ങനെ റോയിൽ എത്ര എലമെന്റ് ഉണ്ടോ അതിനെല്ലാത്തിനും ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും ആണ് അയാളുടെ സൈൻ. അതാണ് എലമെന്റ്സിന്റെ സൈൻ. നൗ കമ്മിങ് ബാക്ക് ടു ഇനി കോളത്തിൽ നോക്കാം. ഈ കോളം, ഫസ്റ്റ് കോളം നോക്കാം. ആദ്യം പ്ലസ് വന്നല്ലോ, അടുത്ത് നമ്മൾ കൊടുക്കാനുള്ളത് മൈനസ്, അടുത്ത് പ്ലസ്, മൈനസ്, പ്ലസ് ആൻഡ് സോ ഓൺ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ശരി, ഇനി രണ്ടാമത്തെ റോ നോക്കാം. രണ്ടാമത്തെ റോ തുടങ്ങിയ മൈനസിലല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത് പ്ലസ്, മൈനസ്, പ്ലസ്, മൈനസ്, പ്ലസ്, എക്സെട്ര. മൂന്നാമത്തെ റോ തുടങ്ങിയ പ്ലസിലല്ലേ? അപ്പൊ അടുത്തത് മൈനസ്, പ്ലസ്, മൈനസ്, പ്ലസ്, മൈനസ്, എക്സെട്ര. And similarly, you can find sign of all elements of a matrix. ഒരു മെട്രിക്സിലുള്ള എല്ലാ എലമെന്റിന്റെ സൈൻ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ നോക്കുക, സൈൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എലമെന്റിൽ ഇപ്പൊ -2 എന്ന് പറയുന്ന നമ്പർ അതിന്റെ അകത്തുണ്ടെങ്കിൽ അതിന്റെ സൈൻ മൈനസ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പാർട്ടിക്കുലർ എലമെന്റ് മെട്രിക്സിന്റെ ആ ഒരു പാർട്ടിക്കുലർ ഭാഗത്തിരിക്കുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അയാളുടെ കറസ്പോണ്ടിങ് സൈൻ ആണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത്.
ആ കറസ്പോണ്ടിങ് സൈനിനെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു സ്ഥലത്താണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഇതാണ് കറസ്പോണ്ടിങ് മെട്രിക്സിലെ എലമെന്റുകളുടെ സൈൻ. പൊസിഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. നൗ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. എക്സാമ്പിൾ -2 5 3 1 0 -1. ഇതാണ് നിങ്ങളുടെ മെട്രിക്സ് എന്ന് വിചാരിക്കുക. ഇയാളുടെ കറസ്പോണ്ടിങ് സൈൻ ഞാൻ പറഞ്ഞു. മെട്രിക്സിന്റെ സ്കെൽട്ടൺ ഞാൻ എഴുതുകയാണ്. ആദ്യത്തെ എൻട്രി പ്ലസ്, അടുത്ത രണ്ടാമത്തെ എൻട്രി മൈനസ്. കഴിഞ്ഞു, റോ കഴിഞ്ഞു. ഈ കോളം വൈസ് ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ പ്ലസ് ആണല്ലോ, അടുത്ത ഓൾട്ടർനേറ്റീവ് മൈനസ് ആയിരിക്കും, അടുത്ത പ്ലസ് ആയിരിക്കും. 3 എൻട്രിയിലേ ഉള്ളൂ, കഴിഞ്ഞു. ഇവിടെ മൈനസ് തുടങ്ങിയല്ല, അങ്ങനെയാണെങ്കിൽ ഇയാളുടെ അടുത്ത ഓർഡർ അല്ലെങ്കിൽ സൈൻ പ്ലസ് ആയിരിക്കും. അടുത്ത് ഇവിടെ പ്ലസ് തുടങ്ങി അടുത്തത് മൈനസ് ആയിരിക്കും. ഇതായിരിക്കും കറസ്പോണ്ടിങ് സൈൻ. നിങ്ങൾ നോക്കുന്നത് -2 ആണ്, അയാളുടെ സൈൻ മൈനസ് ആണ് എന്നല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അതും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഓക്കെ, അപ്പൊ അതാണ് കാര്യം. ദിസ് ഇസ് ഹൗ യു ഫൈൻഡ് സൈൻ ഓഫ് എലമെന്റ്സ് ഓഫ് എ മെട്രിക്സ്. അതിൽ കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല, മനസ്സിലാക്കി വെക്കലാണ്. നമുക്ക് അതിന് ഉപകാരമുണ്ട്, നമുക്കിനി അത് ചെയ്യാൻ വേണ്ടി വരും. ഒരു മെട്രിക്സിന്റെ സൈൻ, ഒരു മെട്രിക്സിലെ എലമെന്റുകളുടെ സൈനാണ് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചത്. ഇതാണ്, അതവിടെ ഇരിക്കും. അത് കഴിഞ്ഞു, അതിന് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നെക്സ്റ്റ്, മൈനർ ഓഫ് എ മെട്രിക്സ്. മൈനർ ഓഫ് എ മെട്രിക്സ്, ഒരു മെട്രിക്സിന്റെ മൈനർ കണ്ടുപിടിക്കുക. എന്താണ് മൈനർ? ഓക്കെ, മൈനർ ഓഫ് എ മെട്രിക്സ് എ. മൈനർ ഓഫ് എ മെട്രിക്സ് എ. മൈനർ ഓഫ് എ matrix A is the matrix formed by replacing elements of A with minus of each element. ക്യാപിറ്റൽ എയിലെ ഓരോ എലമെന്റുകളുടെയും മൈനറുകളെ അതിന്റെ എലമെന്റുകൾക്ക് പകരമായി റീപ്ലേസ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ആണ് മൈനർ ഓഫ് എ മെട്രിക്സ്. ഡെഫിനേഷൻ ക്ലിയർ അല്ലായിരിക്കും, എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് അത് എങ്ങനെ മൈനർ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. മൈനർ ഓഫ് എ മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം, വളരെ എളുപ്പം. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിൽ പ്രത്യേകിച്ച് തിയറി ഒന്നുമില്ല, നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോകാം. എങ്ങനെയാണ് മൈനർ കണ്ടുപിടിക്കുക? ഫൈൻഡ് മൈനർ ഓഫ് capital A is equal to 1 2 -1 3 2. ഈ മെട്രിക്സിന്റെ മൈനർ കണ്ടുപിടിക്കുക. ഈ മെട്രിക്സിന്റെ മൈനർ കണ്ടുപിടിക്കുന്നത് എപ്പോഴും സ്ക്വയർ മെട്രിക്സിനാണ് കേട്ടോ. മൈനർ കണ്ടുപിടിക്കുന്നത് എപ്പോഴും ഒരു സ്ക്വയർ മെട്രിക്സിനാണ്. ഞാൻ വിട്ടുപോയി. മൈനർ കണ്ടുപിടിക്കുന്നത് എപ്പോഴും ഒരു സ്ക്വയർ മെട്രിക്സിനാണ്. മൈനർ ഓഫ് എ സ്ക്വയർ മെട്രിക്സ് എ. മൈനർ ഓഫ് എ സ്ക്വയർ മെട്രിക്സ് എന്ന് തന്നെ പറയാ. കാരണം മെട്രിക്സ് മൈനർ ഉള്ളത് സ്ക്വയർ മെട്രിക്സുകൾക്ക്. ഓക്കെ, അപ്പോ മൈനർ ഓഫ് എ. അപ്പോ എങ്ങനെയാണ് മൈനർ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, ഞാൻ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ആദ്യത്തെ എൻട്രിയുടെ മൈനർ ഓഫ് A11 അല്ലെ, അതൊന്നും എഴുതണ്ട, വെറുതെ എന്തിനാണ് സ്റ്റെപ്പ് കൂട്ടുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ 1 എന്ന എലമെന്റിന്റെ മൈനർ ആണെന്ന് വിചാരിക്കുക. 1 എന്ന എലമെന്റിന്റെ മൈനർ. Therefore ഞാൻ അത് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആ 1 ഇരിക്കുന്ന റോയും കോളവും കളയും. ബാക്കി ഉണ്ടാവുന്നത് ഇയാളല്ലേ,
3112 3112 എന്ന് പറയുന്ന ആളല്ലേ, അയാളുടെ ഡിറ്റർമിനന്റ് കാണും. അതായത് 1 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു, എന്നിട്ട് ബാക്കിയുള്ള ആളുടെ ഡിറ്റർമിനന്റ് കാണാൻ പോവാണ്. Therefore, minor of first entry, that is 1, is equal to determinant of 3112. അതായത് അയാൾ ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു, എന്നിട്ട് ബാക്കിയുള്ള ആളുടെ ഡിറ്റർമിനന്റ്. That happens to be 3 into 2, that is 6. 3 into 2 minus 1 into 1. That is 6 minus 1, 5. 6 minus 1, 5. 1 ന്റെ മൈനർ 5 ആണ്. ഇനി അടുത്ത എൻട്രി 2 ആണ്. 2 ന്റെ മൈനർ നോക്കാം. മൈനർ ഓഫ് 2. ഇങ്ങനെ ഡിനോട്ട് ചെയ്യണേ. എപ്പോഴും മൈനർ എഴുതാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഡിനോട്ട് ചെയ്യണം. 2 ഇരിക്കുന്ന റോയും കോളവും കളയാം. ഇതാണ് 2. ബാക്കിയുള്ളത് -1 1 0 2 അയാളുടെ ഡിറ്റർമിനന്റ്. -1 1 0 2 അയാളുടെ ഡിറ്റർമിനന്റ്, which is equal to -1 into 2 minus 0 into 1, that is equal to -2. Minor of 2 is -2. ഇനി അടുത്ത വീണ്ടും മൂന്നാമത്തെ എൻട്രി ആണ്. വീണ്ടും അത് മൈനർ ഓഫ് 2 തന്നെ. ഈ എൻട്രി അയാൾ ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു, ബാക്കി ഉണ്ടാകുന്ന ഇയാളാണ്. ദാറ്റ് ഇസ് ഡിറ്റർമിനന്റ് ഓഫ് -1 3 0 1. -1 3 0 1 ഇയാളുടെ ഡിറ്റർമിനന്റ്. That will be -1 into 1 minus 0 into 3, that is equal to -1. മൂന്നാമത്തെ എൻട്രിയുടെ മൈനർ -1. കണ്ടല്ലോ. ഇനി അടുത്ത എൻട്രിയുടെ മൈനർ വേണം. അങ്ങനെ എല്ലാ എൻട്രിയുടെ മൈനറും കണ്ടുപിടിക്കണം. മൈനർ കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതായത് അയാൾ ഇരിക്കുന്ന റോയും കോളവും കളയുക, അതിനുശേഷം ബാക്കിയുള്ള ആളുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. That's it. Now I am going to find the minor of -1. അതായത് രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ എലമെന്റ് ആണ് കേട്ടോ -1. മൈനർ ഓഫ് -1. അപ്പൊ -1 ഇരിക്കുന്ന റോയും കോളവും കളയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 2 2 1 2. അയാളുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 2 into 2 minus 1 into 2, that is 4 minus 2, that is 2. 4 minus 2, that is 2. ഇനി അടുത്ത എൻട്രി, രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് 3 ആണ്. 3ന്റെ മൈനർ. അപ്പൊ 3 ഇരിക്കുന്ന റോയും കോളവും കളയുക. ബാക്കി കിട്ടുന്നത് 1 2 0 2 ഇയാളുടെ ഡിറ്റർമിനന്റ്, which is equal to 1 into 2 minus 0 into 2, that will be 2 minus 0, that is 2 itself. ഇനി മൂന്നാമത്തെ റോയുടെ ആദ്യത്തെ എൻട്രി, that is 0, minor of 0. മൈനർ ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? 0 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു, ബാക്കി ഉണ്ടാകുന്ന 2 2 3 1. That will be equal to 2 into 1 minus 3 into 2. That is equal to 2 minus 6, that is -4. 2 minus 6, that is -4. അടുത്ത നെക്സ്റ്റ് വൺ എൻട്രി 1 ആണ്. മൈനർ ഓഫ് 1, that is equal to 1 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു, ബാക്കി 1 2 minus 1 1, which is equal to 1 into 1 minus -1 into 2. That is 1 plus 2, that is equal to 3. And finally, അവസാനത്തെ എൻട്രി, that is m of 2. Minor of 2, 2 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു, ബാക്കി ഉണ്ടാകുന്നത് 1 2 minus 1 3. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നു. 1 into 3 minus -1 into 2. That is equal to 3 plus 2, that is 5. അങ്ങനെ നമ്മൾ എയിലെ ഓരോ എൻട്രിയുടെയും മൈനർ കണ്ടുപിടിച്ചു. Now I am going to replace all entries of A by its corresponding minors. ക്യാപിറ്റൽ എയുടെ മൈനർ എന്ന് പറയുന്നത്, അതായത് ക്യാപിറ്റൽ എയിൽ ആദ്യത്തെ എലമെന്റിന്റെ മൈനർ എന്ന് പറയുന്നത് എന്താണ്? 5 ആയിരുന്നു. അത് ഞാൻ എഴുതി.
അടുത്ത ടൂവിന്റെ മൈനർ എന്ന് പറയുന്നത്, അതായത് രണ്ടാമത്തെ എലമെന്റിന്റെ മൈനർ, ആദ്യത്തെ റോയിൽ രണ്ടാമത്തെ എലമെന്റിന്റെ മൈനർ എന്ന് പറയുന്നത് -2 ആണ്. അയാൾക്ക് വരെ അയാളെ റീപ്ലേസ് ചെയ്തു. ആദ്യത്തെ റോയിലെ മൂന്നാമത്തെ എലമെന്റ് 2 ആണ്. അയാളുടെ മൈനർ എന്ന് പറയുന്നത് -1 ആയിരുന്നു. അത് ഞാൻ റീപ്ലേസ് ചെയ്തു. അടുത്ത രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ എലമെന്റ് -1 ആയിരുന്നു. അയാളുടെ മൈനർ 2 ആണ്. അത് ഞാൻ റീപ്ലേസ് ചെയ്തു. ഇനി അടുത്ത എലമെന്റ് 3 ആണ്. 3യുടെ മൈനർ 2 ആണ്. അപ്പൊ 2 എഴുതി. അടുത്ത എലമെന്റ് 0 ആണ്. അടുത്ത എലമെന്റ് -1 3 ഒരു 1ന്റെ മൈനർ കണ്ടുപിടിക്കാൻ ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. യെസ്, ഒരു 1ന്റെ മൈനർ ഞാൻ കണ്ടുപിടിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ ആളുടെ മൈനർ, ഞാൻ കണ്ടുപിടിക്കാൻ വിട്ടുപോയി. അപ്പൊ മെട്രിക്സ് നോക്കുക. അതിലെ 1 ഇരിക്കുന്ന റോയും കോളവും കളയുമ്പോൾ ബാക്കി കിട്ടുന്നത് 1 2 1 2 0 1. അയാളുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 1 × 1 - 0 × 2 that is equal to 1 - 0 that is 1 itself. അപ്പൊ രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ എൻട്രി 1 തന്നെയാണ്. ഇനി അടുത്ത മൂന്നാമത്തെ റോയിലെ ആദ്യത്തെ എൻട്രി 0 ആണ്. 0യുടെ മൈനർ എന്ന് പറയുന്നത് -4 ആണ്. അടുത്ത മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ എൻട്രി 1 ആണ്. അയാളുടെ മൈനർ 3 ആണ്. അത് എഴുതി. ആൻഡ് ഫൈനലി മൂന്നാമത്തെ റോയിലെ മൂന്നാമത്തെ എൻട്രി 2 ആണ്. 2ന്റെ മൈനർ 5 ആണ്. ആൻഡ് ദിസ് ഇസ് minor of a matrix. This is minor of a square matrix. കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്ക്വയർ മെട്രിക്സിന്റെ മൈനർ കണ്ടുപിടിക്കുന്നത്. വളരെ എളുപ്പമാണ്. മൈനർ ഓഫ് എ. ഓക്കെ, ശരി, വീണ്ടും ഒരു എക്സാമ്പിൾ ചെയ്യാം. എളുപ്പമാണ് എങ്കിലും ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. Now let capital A is equal to 1 2 0 5. 1 2 0 5. ഇയാളുടെ മൈനർ കണ്ടുപിടിക്കണം. നമുക്ക് ഓരോ എലമെന്റിന്റെ ആയിട്ട് മൈനർ കണ്ടുപിടിക്കാം. മൈനർ ഓഫ് 1 കണ്ടുപിടിക്കാൻ 1 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു. ബാക്കി ഉണ്ടാവുന്നത് 5 മാത്രമാണ്. അപ്പോ മൈനർ ഓഫ് 5. പിന്നെ കാൽക്കുലേഷൻ ഒന്നും അവൈലബിൾ അല്ല, അതുകൊണ്ട് 5 തന്നെയാണ്. കഴിഞ്ഞു. കാൽക്കുലേഷൻ ഒന്നും അവൈലബിൾ അല്ല, അതുകൊണ്ട് 5 തന്നെയാണ്. വി ആർ ഡൺ വിത്ത് ദാറ്റ്. ഓക്കെ, ശരി. ഇനി മൈനർ ഓഫ് 2. രണ്ടാമത്തെ എൻട്രി 2 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു. ബാക്കി ഉണ്ടാവുന്നത് 1 എന്ന ഒരേ ഒരു എൻട്രി ആണ്. അപ്പൊ അത് തന്നെയാണ് മൈനർ. വേറെ കാൽക്കുലേഷൻ ഒന്നും പോണ്ട. ഇനി അടുത്ത മൈനർ ഓഫ് 0 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു. ബാക്കി 2 മാത്രമാണ്. അതാണ് നിങ്ങളുടെ മൈനർ. സോറി, ഇവിടെ ഒരു ചെറിയ പ്രശ്നം പറ്റി. 2 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞല്ലോ. 2 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു. ബാക്കി ഉണ്ടാവുന്നത് 0 ആണ്, അല്ലാതെ 1 അല്ല. 0 ആണ്. മൈനർ ഓഫ് 2 0 ആണ്. മൈനർ ഓഫ് 0 2 ആണ്. ഇനി മൈനർ ഓഫ് 5 ഇരിക്കുന്ന റോയും കോളവും കളയണം. മൈനർ ഓഫ് 5 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു. ബാക്കി 1 ആണ്. അപ്പൊ കറസ്പോണ്ടിങ് എല്ലാ എലമെന്റിന്റെയും എന്താണ് മൈനേഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൈനർ ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത് 1ന്റെ മൈനർ 5, 0യുടെ മൈനർ 2ന്റെ മൈനർ 0, 0യുടെ മൈനർ 2, 5ന്റെ മൈനർ 1, and this is minor of the given matrix A. This is the minor of the given matrix A. കഴിഞ്ഞു. This is how you find minor of a given matrix. അതുപോലെ നിങ്ങൾക്ക് ഏത് സ്ക്വയർ മെട്രിക്സ് വേണോ എഴുതി നിങ്ങൾക്ക് മൈനർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്തിട്ട് പോവാം. That is, let capital A is equal to 1 2 -1 0 4 3 1 2 -1. ഇതാണ് കണ്ടുപിടിച്ചു. മെട്രിക്സ് ഇതാണ്. അപ്പൊ ഇയാളുടെ മൈനർ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ m of 1 ആദ്യത്തെ എൻട്രിയുടെ മൈനർ.
അതെന്ന് പറയുന്ന 1 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു. ബാക്കി 4 3 2 -1. 4 3 2 -1. ഇയാളെന്ന് പറയുന്നത് 4 × -1 -2 × 3. That is equal to -4 -6, that is -10. ഇനി അടുത്ത എൻട്രി മൈനർ ഓഫ് 2. That is 2 ഇരിക്കുന്ന റോയും കോളവും കളയണം. 2 ഇരിക്കുന്ന റോയും കോളവും കളയണം. ബാക്കി 0 3 1 -1. 0 3 1 -1, which is equal to 0 × -1 -1 × 3. That is -3. Just -3. 2 ഇരിക്കുന്ന റോയും കോളം. ഇനി മൈനർ ഓഫ് -1. മൈനർ ഓഫ് -1. -1 ഇരിക്കുന്ന റോയും കോളവും കളയണം. ബാക്കി 0 4 0 4 1 2. 0 4 1 2, which is equal to 0 × 2 -1 × 4, that is equal to -4. ഇനി അടുത്ത റോയിലേക്ക് വരാം. 0 എന്ന എലമെന്റിന്റെ മൈനർ, that is equal to 0 ഇരിക്കുന്ന റോയും കോളവും കളയുക. ബാക്കി 2 -1 2 -1. 2 -1. 0 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു. 2 -1 2 -1, which is equal to 2 × -1 minus 2 × -1, which is equal to 0. -2 + 2 എന്നാവും 0. ഇനി അടുത്ത മൈനർ ഓഫ് അടുത്ത എൻട്രി, that is 4. മൈനർ ഓഫ് 4. മൈനർ ഓഫ് 4. 4 ഇരിക്കുന്ന റോയും കോളവും കളയണം. ബാക്കി ഉണ്ടാകുന്നത് 1 -1 1 -1 1 -1. That is equal to 1 × -1 minus 1 × -1. That is equal to -1 + 1, that is 0 again. ഇനി അടുത്ത എൻട്രി 3 ആണ്. മൈനർ ഓഫ് 3. മൈനർ ഓഫ് 3, which is equal to 3 ഇരിക്കുന്ന റോയും കോളവും കളയുക. ബാക്കി ഉണ്ടാകുന്നത് 1 2 1 2 1 2 1 2. അയാളുടെ ഡിറ്റർമിനന്റ് 1 × 2 minus 1 × 2, that is 2 - 2, which is equal to 0. Which is equal to 0. ഇനി അടുത്ത റോയിലേക്ക് പോവാം. മൈനർ ഓഫ് 1. മൈനർ ഓഫ് 1. 1 ഇരിക്കുന്ന റോയും കോളവും കളയണം. ബാക്കി 2 - 1 4 3. 2 - 1 4 3. അയാളുടെ ഡിറ്റർമിനന്റ് 2 × 3 minus 4 × -1, which is equal to 6 + 4, that is equal to 10. അടുത്ത മൈനർ ഓഫ് നെക്സ്റ്റ് എലമെന്റ്, that is 2. 2 ഇരിക്കുന്ന റോയും കോളവും കളയുക. that is 1 - 1 1 -1 0 3. 1 - 1 0 3, which is equal to 1 × 3 minus 0 × -1, which is equal to 3. And finally minor of -1. Minor of -1. -1 ഇരിക്കുന്ന റോയും കോളവും കളയുക. ബാക്കി 1 2 0 4. 1 2 0 4, which is equal to 1 × 4 minus 0 × 2, that is equal to 4. കഴിഞ്ഞു. അപ്പൊ എല്ലാ എലമെന്റിന്റെയും മൈനർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എല്ലാ എലമെന്റിന്റെയും മൈനർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി എല്ലാവർക്കും ആ മൈനറിനെ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മൈനർ ഓഫ് യുവർ മെട്രിക്സ് എ കിട്ടും. നമുക്കത് റീപ്ലേസ് ചെയ്യാം. ആദ്യത്തെ എലമെന്റിന്റെ എന്താണ് മൈനർ -10, അടുത്ത് -3 -4, -10 -3 -4, -10 -3 -4. അടുത്ത 3 എൻട്രിയുടെ മൈനർ 0 0 0 ആണ്. 0 0 0. അടുത്ത എൻട്രിയുടെ മൈനസ് 10 3 4 ആണ്. 10 3 4 10 3 4. And these are the minors of A. These are the minors of A. Okay, we are done with that. ശരി, അപ്പൊ ഇങ്ങനെയാണ് നമ്മള് മൈനറിനെ കണ്ടുപിടിക്കുന്നത്.
മൈനറിനെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് cofactor of a matrix. Cofactor of a matrix. എന്താണ് ഒരു മെട്രിക്സിന്റെ കോഫാക്ടർ? ഓക്കെ, കോഫാക്ടർ എന്താണ്? വളരെ എളുപ്പമാണ്. കോഫാക്ടർ is the signed minor. Cofactor is the signed minor of a matrix. It's the signed minor of a matrix. ഒരു മെട്രിക്സിന്റെ സൈൻഡ് മൈനറിനെയാണ് നമ്മൾ കോഫാക്ടർ എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങൾക്ക് മൈനർ കണ്ടുപിടിക്കാൻ അറിയാം, അതിനുശേഷം അയാൾക്ക് മെട്രിക്സിന്റെ സൈൻ എന്താണെന്ന് ഞാൻ ആദ്യം പഠിച്ചില്ലേ? അപ്പൊ മൈനറിലെ എല്ലാ എൻട്രീസിനും ആ എൻട്രീസിന്റെ പൊസിഷൻ അനുയോജ്യമായ സൈൻ കൊടുക്കുക. എൻട്രീസിന്റെ പൊസിഷന്റെ ആവശ്യമുള്ള സൈൻ അവിടെ കൊടുക്കുക. അതാണ് സൈൻഡ് മൈനർ എന്ന് പറയുന്നത്. സൈൻഡ് മൈനർ എന്ന് പറയുന്നത് അതാണ്. കോഫാക്ടർ നമ്മുടെ മൈനർ കണ്ടുപിടിക്കുക, അതിനുശേഷം അയാളുടെ എന്താണ് സൈൻ അവിടെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ എക്സാമ്പിൾ ചെയ്യാം. അതായത് നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ നോക്കുക. ദാറ്റ് ഇസ് ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു നമ്മൾ. അതിനുശേഷം അയാളുടെ മൈനർ കണ്ടുപിടിച്ചു. മൈനർ കണ്ടുപിടിച്ചപ്പോ നമുക്ക് കിട്ടിയത് ഇയാളാണ്. എന്താണ്? എം ഓഫ് എ ഈസ് ഈക്വൽ ടു 5 - 2 - 1 2 2 1 4 3 5 എന്നൊക്കെയാണ് കിട്ടിയത്. നമ്മള് അതേ പർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ എന്താണ് മൈനർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഗിവൺ എ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കറിയാം. എ എന്ന് പറയുന്നത് 1 2 2 -1 3 1 -1 3 1. അടുത്ത 0 1 2. ഇതാണ് നിങ്ങളുടെ എ. ഇതാണ് എ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് അതിന്റെ മൈനർ എന്ന് പറയുന്നത് നമ്മൾ അവിടെ തന്നെ കണ്ടുപിടിച്ചു വെച്ചു. മൈനർ ഹാപ്പൻസ് ടു ബി 5 -2 -1 2 2 1 -4 3 5. ഇതാണ് നിങ്ങളുടെ മൈനർ ഓഫ് എ. അത് നമ്മൾ കണ്ടുപിടിച്ചതാണ്, ഞാൻ ഇവിടെ കണ്ടുപിടിക്കുന്നില്ല, നിങ്ങൾക്ക് ഓരോന്ന് ചെയ്യാം. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോഫാക്ടർ ഓഫ് എ ആണ്. കോഫാക്ടർ ഓഫ് എ, അതായത് നിങ്ങളുടെ മൈനർ അതുപോലെ എടുത്തെഴുതുക. നിങ്ങളുടെ മൈനർ എന്താണോ മൈനർ കണ്ടുപിടിച്ച് അതേപോലെ എടുത്തെഴുതുക, പ്രശ്നമില്ല. അതിനുശേഷം സൈൻ കൊടുക്കണം. ഫസ്റ്റ് എൻട്രി പ്ലസ് ആണല്ലോ, പ്ലസ്. സെക്കൻഡ് എൻട്രി മൈനസ് ആണല്ലോ, മൈനസ്. അടുത്ത എൻട്രി പ്ലസ് ആണല്ലോ, പ്ലസ്. അടുത്ത എൻട്രി മൈനസ്, പ്ലസ്, മൈനസ്, പ്ലസ്, മൈനസ്, പ്ലസ്. സൈൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഒന്ന് അറേഞ്ച് ചെയ്തുക. +5 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. -2 എന്ന് പറഞ്ഞാൽ 2 ആണ്. +-1 എന്ന് പറഞ്ഞാൽ -1 തന്നെയാണ്. -2 +2, that is 2 itself. -1 +-4 is -4 again. -3 5 +5 5. And this is your cofactor, that is called signed minor of A. That is called signed minor of A. കഴിഞ്ഞു. signed minor of A ഇത്രയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ചെയ്തത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. A is equal to ഒരു 2/2 മെട്രിക്സ് ആയിരുന്നു. 2/2 മെട്രിക്സ് ഒക്കെ ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ. അപ്പൊ ഇയാളുടെ കാര്യം നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് A is equal to 1 2 0 5. ആളുടെ എന്താണ് മൈനർ നമ്മൾ കണ്ടുപിടിച്ചു. മൈനർ ഓഫ് എ വളരെ എളുപ്പമായിരുന്നു കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് 5 0 2 1 ആയിരുന്നു. ഇനി ഇയാളുടെ കോഫാക്ടർ കണ്ടുപിടിക്കണം. കോഫാക്ടർ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? സൈൻഡ് മൈനർ എന്താണോ അത് അതേപോലെ എടുത്ത് എഴുതിയതിനു ശേഷം സൈൻ കൊടുക്കണം. അപ്പൊ ആദ്യം പ്ലസ് മൈനസ്, മൈനസ് പ്ലസ്,
കഴിഞ്ഞു. കോഫാക്ടർ കണ്ടുപിടിച്ചു. +5 is 5 again. -0 0 തന്നെയാണ്. -2 and +1 is 1 itself. And this is your cofactor of A. This is your cofactor of A. Okay. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ചെയ്തിരുന്നു. ഈ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എ ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി അയാളുടെ എന്താണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് 1 1 2 -1 0 4 3 1 2 -1 ആയിരുന്നു നിങ്ങളുടെ എ. ഇതാണ്. ഓക്കെ. മൈനർ ഓഫ് എയും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഞാൻ നമ്മൾ ആ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചോണ്ട് അതേപോലെ എഴുതിയാൽ മതി. -10 -3 -4 0 0 0 10 3 4. ഇതാണ് മൈനർ ഓഫ് എ. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കോഫാക്ടർ ആണ്. അപ്പൊ കോഫാക്ടർ ഏതാണ്? കോഫാക്ടർ ഓഫ് എ. എളുപ്പമാണ്. മൈനർ എന്താണോ അത് അതേപോലെ എഴുതുക. -10 -3 -4 0 0 0 10 3 4 എടുത്തെഴുതി. ഇനി സൈൻ കൊടുക്കുക. ആദ്യം പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. Therefore we will get plus minus 10 is -10, minus minus 3 is +3, plus minus 4 is -4, minus 0 0 plus 0 0 minus 0 0, plus 10 is 10, minus 3 is -3, plus 4 is 4. And this is your cofactor of A. This is your cofactor of A. ഇങ്ങനെയാണ് നമ്മൾ മൈനറിനെയും കോഫാക്ടറിനെയും കണ്ടുപിടിക്കുന്നത്. മൈനറിനെയും കോഫാക്ടറിനെയും കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. That's it.